ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഞാൻ ഇന്നൊരു ഡ്രീം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. എങ്ങനെയാണ് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കപ്പോൾ നോക്കാം. അപ്പം ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓരിയോ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, ഒന്ന് ഡയറി മിൽക്കോ അല്ലെങ്കിൽ മിൽക്കി ബാറും അങ്ങനെ എടുക്കാം. ഞാനിപ്പം ടോബ്ലറോണിൻ്റെ വൈറ്റും പിന്നെ M&Mൻ്റെ ചോക്ലേറ്റ് എടുത്തത്. ഇവിടെ ഇപ്പം വീട്ടിലിതുള്ളത് കൊണ്ട് ഇതെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്കും മിൽക്കി ബാർക്ക് എടുത്താൽ മതി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം. പിന്നെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. എനിക്ക് പിന്നെ കുറച്ച് മടീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രം എടുത്ത് 2 ചോക്ലേറ്റും കൂടെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരിയോ ബിസ്ക്കറ്റ് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ അത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിൽ, അടികട്ടിയുള്ള പാത്രത്തിൽ അരച്ച സാധനം, ഓരോ ബിസ്ക്കറ്റും പാലും മിക്സ് ചെയ്തിട്ട് അരച്ചത് നല്ലോണം ബട്ടറൊക്കെ പാത്രത്തിന് ചുറ്റുമാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ ഇവിടെ ഓവനും മൈക്രോവേവ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളെ ബേസ് ലെയർ ഓഫ് കേക്ക്, ഡ്രീം കേക്ക് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഈ കേക്കിൻ്റെ പാത്രം ഒരു വെള്ളത്തിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മളെ കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ, കുറച്ച് ഇങ്ങനെ ബബിൾസൊക്കെ ആയിട്ട് നമ്മളെ കേക്ക് റെഡിയായി. കേക്കാണ് നമ്മളെ ബേസ്. ഞാൻ ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ഷേപ്പൊക്കെ ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഡ്രീം കേക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെ ബേസ് റെഡിയാണ്. നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ചോക്ലേറ്റ് നമ്മൾ എടുത്തില്ലേ, M&Mഉം ടോബ്ലറോണും, അത് രണ്ടും ഞാൻ ഈക്വലി നമ്മൾ ഫ്രഷ് ക്രീമിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ്സ് രണ്ടും ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഇത് കുറച്ച് കാഷ്യൂ നട്ട്സ് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ, പിന്നെ ഇത് ഷുഗർ സിറപ്പാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ കേക്കിൻ്റെ ബേസ് ഇതാണ്. ബേസിലേക്ക് നമുക്ക് ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം കേക്കിൻ്റെ ബേസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ്, എന്താ പറയുക, മിൽക്കി ബാറോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത പോലെ ടോബ്ലറോണോ ഫ്രഷ് ക്രീമിൽ മിക്സ് ചെയ്തത്, അത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ M&M ആണ് എടുത്തത്. നിങ്ങൾക്ക് ഡയറി മിൽക്ക് എടുക്കാം അതിന് പകരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. സൈഡിലേക്ക് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് തുടയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം കാഷ്യൂസ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡ്രീം കേക്ക്. ഇനി നമുക്കിത് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചു നോക്കാം. എനിക്ക് ചെറിയൊരു പാളിച്ചതിൽ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചോക്ലേറ്റ് ഒഴിക്കേണ്ടത് ഓരോ തവണയും സെറ്റ് ചെയ്തിട്ട് ശേഷം മാത്രം, ഓരോ തവണയും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്താൽ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയിപ്പോവും. അപ്പോൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ലെയർ ഒഴിക്കാൻ വേണ്ടി. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു പോയി. നിങ്ങളങ്ങനെ ചെയ്യരുത്. അപ്പം നമുക്കിതിനി ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചിട്ട് കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ ഡെസേർട്ട് ഞാനിനി ട്രൈ ചെയ്യാൻ വേണ്ടി
പതിദേവിന് കൊടുക്കുവാണ്. കാണാൻ ലുക്കാണല്ലോ. ലുക്ക കഴിച്ചു നോക്കല്ലേ? കഴിച്ചു നോക്ക്. ലുക്ക് ടേസ്റ്റിലുണ്ടോന്നും കൂടെ നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാ? സൂപ്പറോ? ഞാൻ എത്ര എക്സ്പെക്ട് ചെയ്തില്ല. സൂപ്പർ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാ. യമ്മി യമ്മി. Please try this at home and make your family happy. See you soon. Bye.